നമസ്കാരം, ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ. വിധി സ്മിത കൊലക്കേസിൽ മറ്റ് 2 കൊലപാതകങ്ങളിൽ ഇരട്ട ജീവപര്യന്തം. പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടിയുടെ അഴിമതി ആരോപണവുമായി PV അൻവർ. കേരളയിൽ നടപ്പാക്കാതിരിക്കാൻ വൻകിട കമ്പനികളുമായി ഒത്തുകളിച്ചു. ഇടനില നിന്നത് KC വേണുഗോപാൽ എന്നും ആരോപണം. അൻവറിനെ പരിഹസിച്ച സതീശന്റെ മറുപടി. ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. നയപ്രഖ്യാപനത്തിൽ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രപതി. സമസ്ത മേഖലയിലും മുന്നേറ്റം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമായി. പാർലമെന്റിൽ നാരീശക്തിയുടെ ഉത്സവം എന്ന് പ്രധാനമന്ത്രി. ഭക്തന്മാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപടഭക്തന്മാര് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ശബരിമലയെ തകർക്കാൻ ശ്രമമെന്ന് ദേവസ്വം മന്ത്രി. ചിലരുടെ സമരം പ്രത്യേക ലക്ഷ്യത്തോടെ മാലയൂരി മടങ്ങിയത് കപടഭക്തരെന്നും K രാധാകൃഷ്ണൻ. രാഷ്ട്രീയ അജണ്ട പരിശോധിച്ചോളൂ എന്ന് പ്രതിപക്ഷം. ഭക്തരുടെ മടക്കം മാനസിക വിഷമത്തോടെയെന്ന് BJP. റബ്ബർ കർഷകർക്ക് വിലങ്ങുതടി കേന്ദ്രമെന്ന് മന്ത്രി P പ്രസാദ്. 1-ാം പ്രതി കേന്ദ്ര സർക്കാർ എന്ന് VD സതീശൻ. സംസ്ഥാനം ഒന്നും ചെയ്യാതെ കേന്ദ്രത്തെ പറയുന്നത് ശരിയോ എന്ന് മോൻസ് ജോസഫ്. അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി. PC ജോർജ് BJPയിൽ. ജനപക്ഷം BJPയിൽ ലയിച്ചു. ഷോൺ ജോർജും അംഗത്വമെടുത്തു. അവിടുത്തെ വോട്ടർമാരുടെ KC വരണം എന്നുള്ള അഭിപ്രായമുള്ളതായിട്ട് എനിക്കറിയാം. പിന്നെ സാധാരണ പ്രവർത്തകർക്കും ഒക്കെ താഴത്തുള്ള പ്രവർത്തകർക്കും KC വരെ മത്സരിക്കുന്നതിനോട് താല്പര്യമാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കണമെന്ന് കൊടിക്കുന്നിൽ. പട്ടികജാതിക്കാരന് KPCC അധ്യക്ഷ സ്ഥാനം എളുപ്പമല്ല. തന്നേക്കാൾ ജൂനിയറായവർക്ക് വലിയ പദവികൾ കിട്ടി. അതിന് പറ്റിയ സാഹചര്യം അല്ല. ഇവിടുത്തെ ജാതി സമുദായ സമവാക്യങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ പരിശോധിക്കപ്പെടുമ്പോൾ അതിന് ഉള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു നിലവാരത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയാത്തതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോൻസ് ജോസഫിനെതിരെ കേരള കോൺഗ്രസ് എം. മോൻസ് ജോസഫ് ഇടതുപക്ഷ മുന്നണി MLA ആയിട്ടല്ലേ 1996 ജയിച്ചത്. അദ്ദേഹം മന്ത്രിയായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയിലല്ലേ അദ്ദേഹം മന്ത്രിയായത്. ഇപ്പം വലിയ ഒരു UDFന്റെ അപ്പസ്തമാണ്. UDFിൽ നമ്മൾ പറഞ്ഞല്ലോ, UDF കേരള കോൺഗ്രസ് എന്ന് കൈവിട്ടോ അന്ന് UDFന് പകരമായി. ന്യൂസ് 18 അഭിമുഖം. ജോസഫ് വിഭാഗം ജാള്യത മറയ്ക്കാൻ കോട്ടയത്ത് തോമസ് ചാഴികാടൻ തന്നെയെന്നും ജോബ് മൈക്കിൾ MLA. UDFിൽ ഉഭയകക്ഷി ചർച്ച തുടരുന്നു. വൈകിട്ട് ലീഗുമായി ചർച്ച. ED കുരുക്കിൽ ഹേമന്ത് സോറൻ. ചോദ്യം ചെയ്യൽ തുടരുന്നു. അറസ്റ്റിന് സാധ്യത. ജാർഖണ്ഡിൽ ക്രമസമാധാനത്തിന് 3-അംഗ സമിതി. രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി JMM പ്രവർത്തകർ. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് 14 വർഷം തടവ് ശിക്ഷ. 10 വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. ഖജനാവിലെ പാരിതോഷികങ്ങൾ വിറ്റ കേസിൽ ശിക്ഷ വിധിച്ച ഇസ്ലാമാബാദ് ഹൈക്കോടതി. ഭാര്യയ്ക്കും അതേ ശിക്ഷ. ലേഡീസ് ബാൻഡിൽ ആദ്യം അതിഥി. ഇന്ന് അതിഥിയായി ചേരുന്നത് മേഘ്ന എന്നാഥ്. കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷാ പേ ചർച്ചയിൽ അവതാരകയായി എത്തിയ മലയാളി വിദ്യാർത്ഥിനിയാണ് മേഘ്ന. മോദിക്കൊപ്പം അവതാരകയായി വേദിയിലെത്തിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്ന് നമുക്കൊപ്പം. സ്വാഗതം മേഘ്ന ലേഡീസ് ബാൻഡിലേക്ക്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മേഘ്ന. എങ്ങനെയായിരുന്നു മേഘ്ന ആ ഒരു എക്സൈറ്റ്മെന്റ്? ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അല്ലെ? ആ ഒരു വേദിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ദിവസങ്ങൾ മണിക്കൂറുകളൊക്കെ ആകുന്നുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങോട്ട് ഡൽഹി വരെ പോയി പ്രൈം മിനിസ്റ്ററിനൊപ്പം സ്റ്റേജ് ഷെയർ ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
എങ്ങനെയായിരുന്നു മേഘന ഈ ഒരു പരീക്ഷാ പേ ചർച്ച? നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പരിപാടിയാണ്, പ്രത്യേകിച്ച് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പിരിമുറുക്കങ്ങൾ മാറ്റുക എന്നുള്ളതാണല്ലോ ആ ചർച്ചയുടെയും പ്രധാനമന്ത്രിയുടെ സംസാരത്തിന്റെയും ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു അവതാരകയായി പോവുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഏറെ സന്തോഷമായിരിക്കുമല്ലോ ഒരു വിദ്യാർത്ഥി എന്നതിനപ്പുറം ഒരു അവതാരകയാകുന്നു ഈ ചെറുപ്രായത്തിൽ. ഒപ്പം പ്രധാനമന്ത്രിക്കൊപ്പം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കൊപ്പം ഒരു വേദി പങ്കിടുക എന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ സ്റ്റെപ്പൊക്കെ ഒന്ന് പറയാമോ? എങ്ങനെയായിരുന്നു ആദ്യം ഇതിലേക്ക് പോയത്? അത് ആക്ച്വലി എൻ്റെ സ്കൂളിൽ ഞാൻ കോമ്പയർ ചെയ്യുന്നൊരു വീഡിയോ അയച്ചു കൊടുത്തായിരുന്നു KVSൻ്റെ എറണാകുളം റീജിയനിൽ. അവിടുന്ന് അത് സെലക്റ്റായി. പിന്നെ നാഷണൽസിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ട്. അങ്ങനെ സെലക്റ്റായി പോയതാണ്. അപ്പൊ കോമ്പയറിംഗ് നേരത്തെ ഇഷ്ടമായിരുന്നോ മേഘനയ്ക്ക്? മേഘന താഴേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തിരിക്കുന്നു. മേഘന കോഴിക്കോടും ഞാൻ തിരുവനന്തപുരത്തുമാണ്. എങ്കിലും എനിക്ക് മേഘനയെ കാണാൻ പറ്റുന്നുണ്ട്, പ്രേക്ഷകർക്ക് കാണാം. അപ്പം ക്യാമറയിലേക്ക് നോക്കുമ്പോൾ അത് പ്രേക്ഷകരെ നോക്കുന്നത് പോലെ അവർക്ക് തോന്നും. അതുകൊണ്ട് പറഞ്ഞോളൂ, അപ്പൊ എങ്ങനെയാണ് കോമ്പയറിംഗ് ഇഷ്ടമായിരുന്നോ നേരത്തെ? കോമ്പയറിംഗ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, സ്കൂൾ ലെവലിൽ ചെയ്തിട്ടുണ്ട് കുറേ. പിന്നെ യൂത്ത് പാർലമെൻറ്റ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചേ സംസാരിക്കാറുള്ളോ? അവതാരക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് നല്ല ചടുപിടയെന്ന് സംസാരിക്കുന്ന ആളായിരിക്കുമെന്ന്. ഈ യൂത്ത് പാർലമെന്റിന്റെ കാര്യം ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. യൂത്ത് പാർലമെന്റിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയൂ ആദ്യം. അതാണല്ലോ ഒരു ചവിട്ടുപിടിയായത്. അതെ, യൂത്ത് പാർലമെന്റ് നമ്മൾ KV1 ആയിരുന്നു റീജിയണൽ ലെവലിൽ ജയിച്ചത്. അങ്ങനെ നമ്മൾ സോണൽ ലെവലിൽ ചെന്നൈ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവിടുന്ന് 3rd പ്രൈസ് കിട്ടി. അപ്പം അതിൽ ബെസ്റ്റ് പെർഫോമർ അവാർഡ് കിട്ടിയിട്ടാണ് എൻ്റെ സ്കൂളിൽ ഞാൻ കോമ്പയർ ചെയ്യുന്ന വീഡിയോ അയച്ചു കൊടുത്തത്. അങ്ങനെയാണ് സെലക്ഷൻ കിട്ടിയത്. ഇപ്പൊ യൂത്ത് പാർലമെന്റിൽ കേരളത്തിലും ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും മികച്ച അവതാരകയായിരുന്നു മേഘന അല്ലേ? അതെ. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അതിനകത്ത് അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്? ഏറ്റവും പ്രധാനം എന്തൊക്കെയായിരുന്നു? ഓഫ് കോഴ്സ് പ്രൊനൗൺസിയേഷൻ, പ്രസന്റേഷൻ അതെല്ലാം വരും. എങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ മേഘന കേന്ദ്രീകരിച്ചത് എവിടെയായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ശ്രദ്ധിച്ചത്? ഞാൻ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫെയർസ് എന്നുള്ള റോളായിരുന്നു ചെയ്തത്. അപ്പം ഈ മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ട്രേഡിനെ പറ്റിയൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു യൂത്ത് പാർലമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എന്നിട്ടോ അതൊക്കെ പോട്ടെ, പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്നപ്പോൾ എന്താ തോന്നിയത്? നല്ല എക്സ്പീരിയൻസ് ആയി. ഒരാഴ്ചത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിൽ കുറേ വേറെ സ്റ്റേറ്റ്സിൽ നിന്നുള്ള കുട്ടികളുമായിട്ട് കണ്ടു, സംസാരിച്ചു, ഫ്രണ്ട്സായി. പിന്നെ കുറേ നല്ല ടീച്ചേഴ്സായിരുന്നു നമ്മളെ ട്രെയിൻ ചെയ്തത്. അപ്പം അവിടുത്തെ ആ ഒരാഴ്ച നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ലേൺ ചെയ്യാൻ പറ്റി. മേഘന എങ്ങനെയായിരുന്നു അത്? നമ്മളിപ്പോൾ അവതാരക എന്ന് പറയുമ്പോൾ നമ്മൾ വേദിയിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കണം, കുട്ടികളോട് സംസാരിക്കണം. ഞങ്ങൾക്കിതിൻ്റെ ഈ പറഞ്ഞു കേട്ടതല്ലാതെ കൃത്യമായിട്ടുള്ള അറിവില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് അവതരണമൊക്കെ എങ്ങനെയായിരുന്നു? നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിരുന്നോ കുട്ടികൾ പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ? അങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു എന്നൊന്ന് വിശദമായിട്ട് പറയുമോ? അത് കുറേ അത് കുറേ കുട്ടികൾ അവർക്ക് പ്രധാനമന്ത്രിയോട് ചോദിക്കാനുള്ള സംശയം PMOക്ക് അയച്ചു കൊടുക്കും. അത് സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൈം മിനിസ്റ്റർ മോദിക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അതാണ് നമ്മളെ മെയിനായിട്ടുള്ള ജോബ്. അതായിരുന്നു നമ്മൾ 6 പേരുണ്ടായിരുന്നു ആങ്കേഴ്സ്. ഹിമാചൽ പ്രദേശ്, ഹരിയാന, പിന്നെ ഡൽഹി എന്നൊക്കെ 3 ബോയ്സും 3 ഗേൾസ് അങ്ങനെയായിരുന്നു കോമ്പയറിംഗ് ടീം. കേരളത്തിൽ നിന്ന് മേഘന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് ചോദ്യങ്ങൾ ഹിന്ദിയിലായിരുന്നോ ഇംഗ്ലീഷിലായിരുന്നോ പ്രധാനമന്ത്രിക്ക് പറഞ്ഞു കൊടുത്തത്? അതിലേറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ, മേഘനയ്ക്ക് തോന്നിയ ചോദ്യം ഏതാണെന്ന് പറയാമോ? ഹിന്ദിയിലായിരുന്നു. ഏറ്റവും അധികവും നമ്മൾ ചെയ്യുക ഹിന്ദിയിലാണ് ഈ കോമ്പയറിംഗ്. കുറച്ച് ഇംഗ്ലീഷ് ഉണ്ടാവും. സ്ക്രിപ്റ്റൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ടാവും സ്ക്രിപ്റ്റ്. പക്ഷേ പ്രൈം മിനിസ്റ്റർ പറയുന്ന അനുസരിച്ച് ടീച്ചേഴ്സ് മാറ്റും. സ്ക്രിപ്റ്റ് ഓൺ സ്പോട്ട് ആയിരിക്കും ചില സ്ക്രിപ്റ്റൊക്കെ തന്നിട്ടുണ്ടാവുക. ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുവിധം നല്ല സ്ട്രൈക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്.
അതിനൊക്കെ നല്ല ഉത്തരവാണ് കിട്ടിയത് പ്രൈം മിനിസ്റ്ററിൻ്റെ നിന്ന്. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എങ്കിലും എന്തൊക്കെ ചോദ്യങ്ങളാണ് കുട്ടികൾ ചോദിക്കുക? അപ്പോൾ എനിക്കിപ്പോൾ അതൊരു സംശയം, ഇങ്ങനെ പരീക്ഷ വളരെ ഈസി ആയിട്ട് പരീക്ഷയെ നേരിടുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചോദിച്ചത്? ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഹ്യൂമാനിറ്റി സ്ട്രീം എടുത്തിട്ട് ഭയങ്കര ആൾക്കാർ ഭയങ്കരമായിട്ട് പറയും അവരെ, അപ്പം ടോൺസ് കേൾക്കാൻ കിട്ടുമായിരുന്നു. സോ അത് റിലേറ്റബിൾ ആയിരുന്നു. സോ എനിക്ക് ആ ക്വസ്റ്റ്യനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം എന്താ മറുപടി കൊടുത്തത്? മറുപടി കൊടുത്ത് നമ്മൾ ഇഷ്ടമായിട്ട് പഠിക്കുന്ന സംഭവം എങ്ങനെയാണേലും പഠിച്ചാൽ നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാർ പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു പരീക്ഷാ പേ ഈ ചർച്ചയിൽ എല്ലാ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ കൂടുതലും KV എന്നുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് കഴിയുമ്പോൾ ഈ മറുപടി ഓരോരുത്തർക്കും എഴുതിയിരിക്കുന്നവർക്കൊക്കെ മറുപടി പ്രധാനമന്ത്രി തിരിച്ചയക്കും, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അടക്കം വരുമെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്കൂളിലേക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതിനുവേണ്ടി നിങ്ങളുടെ സ്കൂൾ എങ്ങനെയാണ് തയ്യാറെടുത്തത്? മേഘനയ്ക്ക് എങ്ങനെ സപ്പോർട്ട് തന്നത് സ്കൂള്? മെയിനായിട്ട് ഇവിടുന്ന് നമ്മൾ അവിടെ പോയതിനു ശേഷം ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനുള്ള റിപ്ലൈ പ്രൈം മിനിസ്റ്റർ മോദി അവിടെ നിന്ന് തന്നെയാണ് കൊടുക്കുക. പിന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും തോന്നുന്നു. നമ്മൾക്കും ഇപ്പം അവിടെ പോയിട്ട് ഇപ്പം തൽക്കാലത്തേക്ക് KVSൻ്റെ കിട്ടിയിട്ടില്ല, ഇപ്പോൾ ഈ അടുത്ത് റിസീവ് ചെയ്യുമെന്നാണ് പറഞ്ഞത് സർട്ടിഫിക്കറ്റ്. ഈ ഇതിനു മുൻപ് അവതാരകയായി പോകാനായിട്ടൊരു വീഡിയോ തയ്യാറാക്കി അയച്ചു എന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്? എന്തിനെ കുറിച്ചൊക്കെയാ സംസാരിച്ചത്? അതെ അതെ, അത് ഞാൻ ജസ്റ്റ് ഹിന്ദിയും ഇംഗ്ലീഷും മിക്സ് ആയിട്ട് ഞാൻ എൻ്റെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് കോമ്പയർ ചെയ്തായിരുന്നു. സോ ആ സെയിം കണ്ടന്റ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുത്തത്, ഒരു 3 minute വീഡിയോ. ആരാ ഇതിനൊക്കെ സഹായിക്കുന്ന മേഘനയെ? വീട്ടിൽ നിന്ന് ആരാണ് സഹായം തരുന്നത്? പിന്നെ സ്കൂളിൽ നിന്ന് ആരാണ് സഹായം തരുന്നത്? മെയിൻലി സ്കൂളിൽ നിന്ന് നമ്മളെ ടീച്ചേഴ്സ് തന്നെയാണ്. ടീച്ചർ, പ്രിൻസിപ്പൽ ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നത് അവരാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട് മേഘന? പറയൂ. കുറച്ച് സംസാരിക്കുന്ന ആളാണോ മേഘന? അതെ, കുറച്ചേ സംസാരിക്കാറുള്ളൂ. ശരി ശരി, പറയൂ. ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട് വീട്ടിൽ? അച്ഛനുണ്ട്, അമ്മയുണ്ട്, മാമനുണ്ട്. ഇപ്പം മാമൻ വെക്കേഷന് വന്നതാ. ചേച്ചിയും ഉണ്ട്. ചേച്ചി ഇപ്പം തിരിച്ചുപോയി, കോളേജിലേക്ക് തിരിച്ചുപോയി. ആണോ? ശരി. ഈ PM സംസാരിച്ചു, ആ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചു, ആ ഒരു അത്രേ ഉണ്ടായിരുന്നല്ലോ? അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ നിമിഷങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്തിരുന്നോ? ഇല്ല, പേഴ്സണലായിട്ട് നമ്മൾ ഇന്ററാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. സ്റ്റേജിൽ പ്രോഗ്രാമിന്റെ ടൈമിൽ ആങ്കർ ചെയ്ത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ മെയിനായിട്ട്. +1 പഠിക്കുന്നത്. തിരിച്ച് ഇത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് വന്നപ്പോൾ കുട്ടികളൊക്കെ ചോദിച്ചോ, പ്രധാനമന്ത്രി ഈ കുട്ടികളൊക്കെ TV-യിലും പത്രത്തിലൊക്കെ അല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ, അപ്പോൾ നേരിട്ട് കണ്ട ആളെന്ന നിലയിൽ എന്തൊക്കെയാ ചോദിച്ചത് കൂട്ടുകാർ? എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നെ കുറെ കൺഗ്രാജുലേറ്റ് ചെയ്തു, ടീച്ചേഴ്സ്, പ്രിൻസിപ്പൾ, ഫ്രണ്ട്സ് ഒക്കെ. സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഡൽഹി പോയത്. വളരെ അളന്ന് കുറിച്ച് സംസാരിക്കുന്ന ആളാണ്, മികച്ച അവതാരകയായി. അത്ഭുതമാണ് എനിക്ക്. അപ്പോൾ എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള മേഖല? ഞാൻ ചോദിക്കുകയാണ്, ഭാവിയിൽ എന്താകാനാണ് ഇഷ്ടം? ഏറ്റവും ഇഷ്ടമുള്ള ഹോബിയൊക്കെ എന്തൊക്കെയാണ്? എനിക്ക് ലോയർ ആവാനാണ് ഇഷ്ടം. പിന്നെ എഴുതാൻ ഇഷ്ടമാണ്. അതാണ് എൻ്റെ മെയിൻ ഹോബീസ്, എഴുതുക, വായിക്കുക. എന്തൊക്കെയാണ് എഴുതാറ്? ഞാൻ റാൻഡം ആയിട്ടുള്ള സാധനങ്ങൾ, ആർട്ടിക്കിൾ പോലെ എഴുതും, അല്ലെങ്കിൽ ഇടയ്ക്ക് പോയം എഴുതും. അതാണ് മെയിനായിട്ട്. പോയം എഴുതാറുണ്ടല്ലേ? റീസെൻ്റ്ലി എഴുതിയ പോയത്തിന് 2 വരി ഞങ്ങൾക്കായിട്ട് പറയുമോ? ഏത് ലാംഗ്വേജിലാണ് എഴുതാറ്? ഇംഗ്ലീഷാണോ, ഹിന്ദിയാണോ, അതോ മലയാളമോ? അങ്ങനെ
ഇംഗ്ലീഷിലാണ് എഴുതാറ്, പക്ഷെ എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നും ഇല്ല ഞാൻ എഴുതിയത്. ഇപ്പൊ കുറച്ചായി എഴുതിയിട്ട്, ഒരു 1 month ഗ്യാപ്പൊക്കെ ആയി. ഓർമ്മയില്ല. അപ്പൊ ഇനി ലോയർ ആകാനാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇനിയും അങ്ങോട്ടുള്ള പഠനം ഇനിയിപ്പോ ഒരു വർഷം +1 ആണ് പഠിക്കുന്ന, +2 ഉണ്ട്. അത് കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണോ? അതെ അതെ അതെ, അങ്ങനെയാണ്. അപ്പം അത്ര ഡീപ്പായിട്ട് പ്ലാനൊന്നും ചെയ്തിട്ടില്ല, ബട്ട് ആഗ്രഹം ലോയർ ആവാനാണ്. മേഘനയുടെ ചേച്ചി നന്ദന അല്ലേ? നന്ദന എന്തൊക്കെയാ പറഞ്ഞത്? മോദിയെ കണ്ടിട്ട് വന്നപ്പോ നന്ദനയോട് ഗമയൊക്കെ പറഞ്ഞോ? ചേച്ചി വിളിച്ചായിരുന്നു, ചേച്ചി കേട്ടു, കണ്ടു എന്ന് പറഞ്ഞു. എല്ലാവരും, അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ഹാപ്പി ആയിരുന്നു, നല്ലോണം ചെയ്തു പറഞ്ഞു. മേഘന എന്തെങ്കിലും സ്റ്റേജിൽ നിന്നിട്ട് എന്തെങ്കിലും ആ സമയത്ത് കുറെ കാര്യങ്ങൾ എല്ലാം സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്ത അല്ലെങ്കിൽ മേഘനയുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇട്ടിരുന്നോ? എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നോ? സ്വന്തം കോൺട്രിബ്യൂഷൻ, അത് നന്നായി ചെയ്യാൻ പറ്റി, അങ്ങനെ എന്തെങ്കിലും? സ്ക്രിപ്റ്റ് നമുക്ക് അവർ ടീച്ചേഴ്സ് തന്നെയായിരുന്നു എഴുതി തന്നത്, ബട്ട് ഓൺ സ്പോട്ട് എഴുതിയിട്ടാണ് തന്നത്. നമ്മൾ സ്വന്തമായിട്ട് എഴുതിയിട്ടില്ല. ആക്ച്വലി അവര് കേൾക്കും, എന്നിട്ട് അവർ സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യും അല്ലെ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ പെട്ടെന്ന് സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തിരുന്നു ലാസ്റ്റ് മിനിറ്റിലൊക്കെ. നമ്മൾ സ്കൂളിലൊരു വേദിയിൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ അല്ലേ കോമ്പയറിങ് ഇപ്പം വേറൊരു സ്ഥലത്ത് പോയിട്ടൊരു VVIPയുടെ മുമ്പിൽ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേജ് ഫിയർ ഉള്ള ആളുകൾക്കൊന്നും വലിയ രീതിയിൽ പറ്റുന്നൊരു കാര്യമല്ല. അപ്പൊ അങ്ങനെ ഒരു പേടിയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നോ? അതോ? ഇല്ല, അങ്ങനെ പേടിയൊന്നും ഉണ്ടായി. കാരണം നമ്മൾ 6 പേരും കോമ്പയർസ് ആയിട്ടുള്ള നമ്മൾ ഭയങ്കര കമ്പനി ആയിരുന്നു ഒരാഴ്ചയിൽ. അപ്പൊ ലൈക്ക് നമ്മളെല്ലാവരും ഒന്നിച്ചായതുകൊണ്ട് അങ്ങനെ ആർക്കും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സോ പേടി കുറവായിരുന്നു. നമ്മൾ TV-യിലൊക്കെ കാണുന്ന പ്രധാനമന്ത്രി, അദ്ദേഹം അടുത്ത് വന്നപ്പോ ഞാൻ വിചാരിച്ച പോലെ അല്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ മനസ്സിൽ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഈ കൂടെ വന്നവരുടെ കൂടെ കോണ്ടാക്ട് ഇപ്പോഴും വെക്കുന്നുണ്ടോ? അവരുമായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ടോ? ഇല്ല. ഉണ്ട്, കോണ്ടാക്ട് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പം ജസ്റ്റ് ഇന്നലെയാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അവരും ഇപ്പം അവരുടെ സ്ഥലത്ത് എത്തിക്കാണും. കോണ്ടാക്ട് ഉണ്ട് ഇപ്പോഴും. പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയോ? തുടങ്ങി. അപ്പൊ അതിനകത്തൊരു ഗംഭീര സൗഹൃദം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ലോയർ ആകണം എന്നാണ് ആഗ്രഹം. ആ ആഗ്രഹം അതുകൂടി നടക്കട്ടെ. എഴുത്തും വായനയും ഒന്നും നിർത്തണ്ട, അത് അതുപോലെ നടക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ് കേട്ടോ മേഘന. താങ്ക് യു സോ മച്ച്.